ഇത് അരുൺ സൂചിപ്പിച്ചതാണ്. ഇന്നലെ നിയമസഭ, സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭ, സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട പോലീസ് സേനാംഗങ്ങൾ, ഒരു പ്രധാനപ്പെട്ട ഒരു തൊഴിൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പൊതുവിടങ്ങളിൽ സുരക്ഷയൊരുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സേനയിൽ നിലനിൽക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, ഉദ്യോഗസ്ഥരുടെ കൊഴിഞ്ഞുപോക്ക്, അവരുടെ ആത്മഹത്യ പോലെയുള്ള വിഷയങ്ങൾ ഇന്നലെ ഗൗരവമായി ചർച്ച ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് പോലീസ് സേനയ്ക്കകത്ത് പൊതുവിൽ നിൽക്കുന്ന ഈ പ്രതിസന്ധിയുടെ ഒരു പ്രതിഫലനമാണല്ലോ. ബേസിക്കലി ഇവർ എല്ലാവരും പോലീസുകാർ തന്നെയാണല്ലോ, ഡെപ്യൂട്ടേഷൻ ഡ്യൂട്ടിയിലാണല്ലോ എത്തുന്നത്. അതുകൊണ്ട് ഇത് പോലീസ് സേനയിൽ പൊതുവായി നിൽക്കുന്ന ആ പ്രതിസന്ധിയുടെ ഒരു തുടർച്ച, അങ്ങനെ ഇതിനെ കാണേണ്ടി വരുന്നുണ്ടോ അരുൺ? തീർച്ചയായിട്ടും ഈ ഉന്നത ഉദ്യോഗസ്ഥർ അത് നിയമസഭയ്ക്കുള്ളിലെ വാച്ചാൻ വാർഡിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ പുറത്ത് മറ്റു ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലായാലും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വലിയ ഒരു അലംഭാവം. നമ്മൾ ഇതിലൊരു പരാതി ഭാഗത്ത് പറയുന്നത്, ഈ ഉദ്യോഗസ്ഥൻ ഒരു ദിവസം ഈ ഒരു പോലീസിന്റെ സംഘടനാ നേതാവായ ഒരു വാച്ചാൻ വാർഡിനെ ഭക്ഷണം വാങ്ങി നൽകാൻ, അതായത് ഈ ഉദ്യോഗസ്ഥന്റെ വീട്ടുകാർക്കുള്ള ഇങ്ങനെയാണ് അവർ പറയുന്നത്, മൊയ്തീൻ ഹുസൈൻ സാറിന്റെ വീട്ടിലുള്ളവർക്ക് ചോറ് വാങ്ങിക്കൊടുക്കാൻ നിർദ്ദേശിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ഇവർ പറയുന്ന അനുസരിച്ചെങ്കിൽ പ്രതികാര നടപടികൾ വളരെ ശക്തമായി തന്നെ സ്വീകരിക്കും. അതൊരു ഉദാഹരണമാണ്. ഈ ഓഫീസിന്റെ അഡീഷണൽ മൊയ്തീൻ സാറിന്റെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ പ്രതികരിച്ചതിന് നിയമസഭയിലെ വാച്ചാൻ വാർഡ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ കൌൺസിലർ എന്ന പദവിയിലുള്ള മണികണ്ഠൻ എന്ന പോലീസുകാരനെ ചെയ്യാത്ത കുറ്റം ആരോപിച്ച് AR ക്യാമ്പിലേക്ക് പറഞ്ഞുവിട്ടു. അദ്ദേഹം ചെയ്ത കുറ്റം മൊയ്തീൻ ഹുസൈൻ സാറിന്റെ വീട്ടിലുള്ളവർക്ക് ചോറ് വാങ്ങിക്കൊടുക്കാൻ നിർദ്ദേശിച്ചപ്പോൾ താൻ പോലീസ് അസോസിയേറ്റ് ഭാഗമായ ഒരു കൌൺസിലറാണ്, സാറിന് വേണമെങ്കിൽ ആഹാരം വാങ്ങിത്തരാൻ തയ്യാറാണ്, പക്ഷേ വീട്ടുകാർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ മണികണ്ഠൻ അറിയിച്ചു. അതിനാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. അതിനുശേഷം കള്ള പരാതി നൽകി, കള്ള ആരോപണം ഉന്നയിച്ച് ആരോപണത്തിൽ കുടുക്കി നിയമസഭയിൽ നിന്ന് തിരികെ ക്യാമ്പ് ഡ്യൂട്ടിക്ക് പറഞ്ഞുവിടുകയാണ്. ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത്, ഒരു കൌൺസിലറിന് നിലനിൽപ്പില്ലെങ്കിൽ ബാക്കിയുള്ള സാധാരണ പോലീസുകാരുടെ അവസ്ഥ എന്താകും എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നിലവിൽ ഉള്ള 2 ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇദ്ദേഹം ഇപ്പോഴും ആഹാരം വാങ്ങിപ്പിക്കുന്നുണ്ട്. അവധി ദിവസങ്ങളിൽ പോലും വീട്ടിൽ ആഹാരം വാങ്ങിക്കൊടുക്കാൻ നിർദ്ദേശിച്ചു. അതായത് ഈ വാച്ചാൻ വാർഡ് ഈ ഉദ്യോഗസ്ഥന്, മേലുദ്യോഗസ്ഥന് ഒരുപക്ഷെ പുറത്തുപോയി ആഹാരം വാങ്ങിക്കൊടുക്കാനൊക്കെ പോലീസുകാർ പലപ്പോഴും തയ്യാറായേക്കും. പക്ഷേ അത് മാത്രം പോരാ, ആ മേലുദ്യോഗസ്ഥന്റെ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം വാങ്ങി വീട്ടിലെത്തിച്ചു കൊടുക്കേണ്ട ജോലി പോലും ഈ വാച്ചാൻ വാർഡ് ചെയ്യണം എന്നാണ് ഇവർ പരാതിയിൽ പറഞ്ഞത്. ഇവരുടെ പരാതി പൂർണ്ണമായ വിശ്വാസം എടുക്കുകയാണെങ്കിൽ അതീവ ഗുരുതരമായ ആരോപണമാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ പരാതിയുടെ പകർപ്പ് സഹിതമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഉദ്യോഗസ്ഥർ ഇത് ഒരാളുടെ 2 പരാതിയല്ല. ഈ സഭയിലെ സർജന്റ് അസിസ്റ്റന്റുമാർ ബോധിപ്പിക്കുന്ന സംഘടന ഹർജിയുടെ കൂട്ടത്തോടെ അവർ ഒപ്പിട്ട് നൽകിയ പരാതിയിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നിയമസഭാ അധികൃതരുടെ പരിഗണനയിൽ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ വിഷയവിവരങ്ങൾ വന്നിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഏതായാലും സഭയ്ക്കുള്ളിൽ പോലും ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മാനസിക സംഘർഷത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നു, ജോലി വിട്ടുപോകുന്നു, മറ്റു ജോലികൾ തേടിപ്പോകുന്നു. ആത്മഹത്യ ചെയ്ത ഒരു പോലീസുകാരൻ തന്റെ മകനോടുള്ള കത്തിൽ മരണമൊഴി അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പിൽ പോലും എഴുതി വയ്ക്കുന്നത്, നന്നായി പഠിക്കണം, പക്ഷെ പോലീസിലേക്ക് ജോലിക്ക് വരരുത് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥന് പറയേണ്ടി വരുന്ന സാഹചര്യം. അത് സഭയ്ക്ക് പുറത്തുള്ള ക്രമസമാധാന ചുമതലയുള്ള ജോലി നോക്കുന്ന പോലീസുകാർക്ക് മാത്രമല്ല, സഭയ്ക്കുള്ളിൽ നിയമസഭാംഗങ്ങളുടെ ഈ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള വാച്ചാൻ വാർഡിനും സമാനമായ അനുഭവം നേരിട്ട് വരുന്നത് അത്യന്തം ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച്, അവരുടെ ആത്മഹത്യാ പ്രവണതകൾക്കെതിരെ ആശങ്കപ്പെട്ട സഭയിലെ ഭരണ പ്രതിപക്ഷങ്ങൾ ഇവരുടെ കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ടവർ. ഇന്നലെ പ്രസംഗമധ്യേ പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗത്തിനിടയിൽ ഇക്കാര്യം ഒന്ന് പരാമർശിച്ചു പോയി എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹം പറഞ്ഞു, വാച്ചാൻ വാർഡിന്റെ നിരവധി പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 മാധ്യമ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ കൊണ്ടുവരുന്നത്. വാച്ചാൻ വാർഡിന്റെ അവസ്ഥ നിയമസഭയിൽ ദിവസവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നേരിട്ട് കാണുന്ന, അടുത്ത് കാണുന്ന ആ ഉദ്യോഗസ്ഥർക്ക് പോലും കൃത്യമായ നീതി ലഭ്യമാക്കാൻ അവർ കഴിയുന്നില്ല എന്ന അതീവ ഗൗരവമുള്ള കാര്യമാണ്. അവർ പോലും ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനത്തിന്, അവരുടെ വീട്ടുജോലി പോലും ചെയ്യാൻ, നമുക്കറിയാം ക്യാമ്പ് ഫോളോമാരെ കൊണ്ടൊക്കെ നേരത്തെ ഇപ്പോഴും പല ഉന്നത ഉദ്യോഗസ്ഥരും IPS ഉദ്യോഗസ്ഥരൊക്കെ ഈ വീട്ടുജോലി ചെയ്യിക്കാറുണ്ട്. നമ്മളടക്കം പല ദൃശ്യങ്ങൾ അടക്കം നേരത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വാച്ചാൻ വാർഡിന് പോലും അത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ വീട്ടുകാർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കേണ്ട ജോലി പോലും ചെയ്യേണ്ടി വരുന്നു. അത് ചെയ്യാത്തവർക്കെതിരെ ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രതികാര നടപടികൾ ഉണ്ടാകുന്നു. ആരോഗ്യസ്ഥിതി നോക്കാതെ കട്ടിയുള്ള ജോലിയിലേക്ക്, മറ്റ് കൂടുതൽ പ്രയത്നം വേണ്ട ജോലികളിലേക്ക് അവരെ നിയോഗിക്കുന്നു, ക്യാമ്പുകളിലേക്ക് മടക്കി അയക്കുന്നു. 3 വർഷമാണ് സാധാരണഗതിയിൽ വാച്ചാൻ വാർഡിന് അനുവദിക്കുന്ന കാലം. അത് പിന്നീട് വേണമെന്നുള്ളവർക്ക് 2 വർഷം, ഓരോ വർഷം വീതം എക്സ്റ്റെൻഡ് ചെയ്ത് 5 വർഷം വരെ പരമാവധി നൽകാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്പീക്കർ AN ഷംസീർ വന്ന ശേഷം 3 വർഷത്തിന് മുകളിൽ ആർക്കും
എക്സൈസ് നൽകേണ്ട തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർ ഒരുപക്ഷെ ക്യാമ്പ് ഡ്യൂട്ടി പുറത്തൊക്കെ ജോലി ചെയ്ത ശേഷം ഒന്ന് കുറച്ച് സുഖവാസ കേന്ദ്രം എന്ന തരത്തിൽ പോലും കാണുന്ന ഒരു അല്ലെങ്കിൽ അത്തരം ലളിതമായ ജോലിക്ക് വേണ്ടി വരുന്ന സ്ഥലമാണ്. അവിടെയും പോലും ഇത്തരത്തിലുള്ള തൊഴിൽ പീഡനങ്ങൾ നടക്കുന്നു, ഉന്നത ഉദ്യോഗസ്ഥരുടെ പീഡനങ്ങൾ നടക്കുന്നു എന്നുള്ളത് അത്യന്തം ഗൗരവമുള്ള കാര്യം തന്നെയാണ് സജിത്ത്. ഇതിൽ നടപടിയെടുക്കേണ്ടത് സ്പീക്കർ, മുഖ്യമന്ത്രി, ഒപ്പം സംസ്ഥാന പോലീസ് മേധാവിയുണ്ട്. നിയമസഭയുടെ ഒരു പരിധിയിലുള്ള സ്ഥലമായതുകൊണ്ട് സ്വാഭാവികമായും സ്പീക്കർക്ക് സവിശേഷമായ അധികാര സ്വാതന്ത്ര്യമുള്ള ഇടമാണല്ലോ. ഇതിൽ നടപടി ആ തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ സ്പീക്കറുടെയും മറ്റും ശ്രദ്ധയിൽ ഈ വിഷയം വന്നിട്ടുണ്ടോ? അങ്ങനെ പ്രതികരണം വല്ലതും ലഭ്യമാവുന്നുണ്ടോ? ആരും ഇതുവരെ അത്തരമൊരു വിവരം ലഭ്യമായിട്ടില്ല. പക്ഷേ സ്പീക്കറുടെയും നിയമസഭാ സെക്രട്ടറിയുടെയും ഒക്കെ പരിഗണനയിൽ അവരുടെ ശ്രദ്ധയിൽ വിഷയമുണ്ട് എന്നുള്ളത് നമുക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും നടപടിക്ക് തയ്യാറായിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും വളരെ ഗൗരവമുള്ള നിയമലംഘനങ്ങൾ, തൊഴിൽ ലംഘനങ്ങൾ, ചട്ടങ്ങൾ, നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ പീഡനങ്ങൾ ഉദ്യോഗസ്ഥർ കേൾക്കുമ്പോഴും ഒന്നും ചെയ്യാൻ ഇതുവരെയും ശ്രദ്ധയിലുണ്ടെങ്കിൽ പോലും ഇതുവരെയും ഒരു നടപടിയും നിയമസഭാ സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ സ്പീക്കറോ സംസ്ഥാന പോലീസ് മേധാവിയോ ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. ഇനി എന്ത് നടപടിയെടുക്കും, ഈ വാർത്ത പുറത്തു വന്ന ശേഷം എന്ത് നടപടിയെടുക്കുമെന്ന് കണ്ടറിയണം. ഏതായാലും ഈ ജനങ്ങളുമായി ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ജനപ്രതിനിധികൾ ഉള്ള സ്ഥലങ്ങളിൽ അവർക്ക് സുരക്ഷ നൽകുന്ന, അവർക്കൊപ്പം ദിവസവും നേരിട്ട് കാണുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഇത്തരത്തിൽ പീഡനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എങ്ങനെ സാധാരണക്കാരായ പോലീസുകാർക്ക് പീഡനം ഉണ്ടാകാതിരിക്കും? ഉന്നത ഉദ്യോഗസ്ഥർ ആര് വിചാരിച്ചാലും ഇത്തരക്കാരെ ഈ രീതിയിൽ സാധാരണക്കാരായ ഉദ്യോഗസ്ഥരെ, പോലീസുകാരെ ഈ തരത്തിൽ പലതരത്തിൽ പീഡിപ്പിക്കാം. അവർക്ക് ചോദ്യം ചെയ്താൽ അവർക്കെതിരെ നടപടി പോകാം, അവരെ ക്യാമ്പുകളിലേക്ക് മടക്കിയേക്കാം. അവർക്ക് കൂടുതൽ ദുരിതപൂർണമായ ജോലികൾ നൽകാനുള്ള അധികാരമൊക്കെ അവർക്ക് ഈ പോലീസ് മാനുവൽ നൽകുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും അത്തരം അധികാരങ്ങളുണ്ട് എന്ന ഭാവമാണ് പല ഉദ്യോഗസ്ഥർക്കുമുള്ളത്. അതിന്റെ ഒരു പ്രതീകമായി തന്നെ ഈ നിയമസഭയിലെ ഉദ്യോഗസ്ഥരെയും കാണേണ്ടി വരും. ഗുരുതരമായ ആക്ഷേപമാണ് ഉയരുന്നത്. നിയമസഭയിലെ വാച്ച് ആൻഡ് വാർഡുമാണ് സമാനമായ പരാതി ഉന്നയിക്കുന്നത്. മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കടുത്ത മാനസിക പീഡനം ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. ഇതിൽ ഇന്നലെ പ്രതിപക്ഷത്തു നിന്നും വളരെ PC വിശ്വനാഥിനെ പോലെയുള്ളവർ വളരെ വൈകാരികമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചതാണ്. എന്താണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്നതും വളരെ പ്രസക്തമാണ്. ഒപ്പം സർക്കാർ, മുഖ്യമന്ത്രി ഇന്നലെ എടുത്ത സമാന നിലപാട് തന്നെ ഇതേ വിഷയത്തിലും സ്വീകരിക്കുമോ? സ്പീക്കറും ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുകൂടി ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. ഒരു കാര്യം കൂടി